അപ്പോൾ പതിവ് പോലെ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കാലത്ത് ഇത്തിരി നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ചായ കുടി കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി മോറി വെക്കണം. ചായ കുടിച്ച കപ്പും ആ പാത്രങ്ങളും കലങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ഏട്ടൻ ഇന്ന് പോവാണ്. അപ്പോൾ പോണതിന് മുന്നേ ആൾക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ നാടൻ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി. ഇറച്ചി മീനും നിന്ന് വയറൊക്കെ ഒരു പരുവായി എന്നാണ് ആൾ പറയണത്. അപ്പോൾ എൻ്റെ കെട്ടിയോന് ഇന്ന് കുക്കറിൽ ചോറ് വേണ്ട, കലത്തിൽ ചോറ് മതിയെന്ന്. അപ്പോൾ കാലെടുക്കണമെങ്കിൽ മുകളിൽ കയറണം. ഒരു കണക്കിന് അതിൻ്റെ മുകളിലേക്ക് ഞാൻ പിടച്ച് കയറി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറ്റണില്ല. എന്തേത് പറ്റണില്ല. അപ്പോൾ മക്കൾ വന്നിട്ടുണ്ട്, മമ്മി ചാടി ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ധൈര്യക്കുറവ്. ലാസ്റ്റ് ചേട്ടൻ തന്നെ വരേണ്ടി വന്നു എന്നെ അതിൻ്റെ മുകളിൽ നിന്ന് ഇറക്കണമെങ്കിൽ. അങ്ങനെ ചേട്ടൻ്റെ ഇഷ്ടപ്രകാരം കലത്തിൽ ചോറ് വെച്ച് ചോറൊക്കെ വെള്ളം വെച്ച് അരിയൊക്കെ കഴുകി കുരിശ് വരിച്ച് അരി അടുപ്പത്തിട്ടു. അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പം നാടൻ രീതിയിൽ മതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ കുറച്ച് മാങ്ങിയിരിക്കണമായിരുന്നു. അപ്പോൾ എന്നാൽ പുളിശ്ശേരി അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണുണ്ട്. പിന്നെ വീട്ടിൽ തന്നെ ചീര ഉണ്ടല്ലോ. അപ്പോൾ ആ ചീര ഓടിപ്പോയി കുറച്ച് പറിച്ചെടുത്തിട്ട് വന്ന് അത് വേഗം ഒന്ന് ഉപ്പേരിയാക്കി. ചെമ്മീൻ കുറച്ചിരിക്കുന്നുണ്ട്, അതും ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതേ പുളിശ്ശേരി ഒരടുപ്പത്ത് ശരി കഴിഞ്ഞ് അത് താളിച്ചൊഴിച്ചാൽ മതി. അപ്പോഴേക്കും ഞാൻ അതേ ചീര വറവിടാണ്. ചീരയും വെച്ച് കഴിഞ്ഞു. ഒരടുപ്പത്ത് ഡുണ്ടൂനപ്പോൾ വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ ദോശ ചുട്ട് കൊടുക്കുന്നുണ്ട്. 3 ബർണറും വേക്കൻ്റാണ്. ഇനി ഒന്നും വയ്ക്കാൻ പറ്റില്ല, ബിസി ആയിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഏട്ടന് ചോറും കൊടുത്ത് ഡ്രസ്സ് മാറിയിരുന്നിട്ടാണ് ആൾ ഭക്ഷണം കഴിക്കണേ. അപ്പോൾ ആൾ കഴിച്ചിട്ട് പോയി. അത്രയ്ക്കുള്ളൂ.